ഇപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്ന ശ്രീനാഥ് ചന്ദ്രന്റെ ഒരു അപ്ഡേറ്റ് കൂടി. പൻവേലിൽ എത്തിയിട്ടില്ല കുട്ടികൾ എന്നൊരു വിവരം വരുന്നു. ഇപ്പോൾ പൻവേലിൽ വന്ന ട്രെയിനിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണോ ശ്രീനാഥ്? താനെയിൽ നിന്നുള്ള ട്രെയിനാണോ അതോ മുംബൈ CST നിന്നുള്ള ട്രെയിനാണോ? ഏതാണ് ട്രെയിൻ? ഇത് കുട്ടികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാത്തിരുന്ന ട്രെയിൻ തന്നെയാണോ ഇപ്പോൾ പൻവേലിൽ എത്തിയിരിക്കുന്നത്? അതെ അതെ, ഇപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് 11:30 CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങിയ പൻവേൽ സബർബൻ ട്രെയിനാണ്. ഈ ട്രെയിനിൽ ഏതാണ്ട് എല്ലാ ബോഗികളും ഇപ്പോൾ നമ്മൾ കയറി പരിശോധിച്ചു. ഇറങ്ങി വന്ന ആളുകളിൽ ഈ കുട്ടികൾ ഇല്ല. പിന്നീട് ബോഗികളിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തി. ഇപ്പോൾ അതിലും കുട്ടികളെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ട്രെയിനിൽ കുട്ടികൾ ഇല്ല എന്ന കാര്യം ഏതാണ്ട് നമുക്കിപ്പോൾ ഉറപ്പിക്കാം. ഇനി വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കുട്ടികൾ ഇറങ്ങിയോ? ഇനി നേരത്തെ ഇടയ്ക്ക് വെച്ച് സിഗ്നൽ മറ്റൊരു ഇടത്ത് കാണിച്ചിരുന്നു. അത് ഡോംബിവലി ഭാഗത്താണ്, അതായത് കല്യാൺ ഡോംബിവലി ഭാഗത്താണ് അത് കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ട്രെയിനിൽ കയറി കുർളയിലെങ്ങാൻ കുട്ടികൾ ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടിയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ യാത്ര തുടർന്നിരിക്കാം. ഈ കുർള ഡോംബിവലി ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ട്രെയിനിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുട്ടികൾ വന്നിറങ്ങിയില്ല. ആളുകൾ എല്ലാവരും തന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞു. ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും നമ്മൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിൽ കുട്ടികൾ വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അവിടെ നിന്ന് യാത്ര തുടങ്ങി ഏതാണ്ട് ഇതേ ഡയറക്ഷനിൽ തന്നെ അത് യാത്ര തുടർന്നു. 11:30 പുറപ്പെട്ട ഈ ട്രെയിൻ ആകും എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു. അതിനൊപ്പമാണ് റഹീം അസ്ലമിനെ വിളിച്ച് കുട്ടികൾ പറഞ്ഞ കാര്യം കൂടി. അങ്ങനെ 2-3 ഘടകങ്ങൾ ഒത്തുചേർന്നപ്പോഴാണ് ഈ ട്രെയിനിൽ തന്നെ കുട്ടികൾ യാത്ര ചെയ്തിരിക്കാം എന്ന ഒരു സൂചന നമുക്ക് തോന്നുകയും ആ തരത്തിൽ വലിയ തോതിൽ മലയാളി സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിൽ കുട്ടികൾ ഇല്ല. അവർ ഇനി പാതി വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയോ മറ്റേതെങ്കിലും ട്രെയിനിൽ കയറിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഏറെ ശ്രമകരമാണ്. ഏതായാലും ഇപ്പോൾ കല്യാൺ ഡോംബിവലി ഭാഗത്തും അവിടേക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും മലയാളികൾ എത്തിയിട്ടുണ്ട്. അവിടെയും പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ സിഗ്നൽ ഇടയ്ക്ക് വെച്ച് മറ്റൊരിടത്ത് സിഗ്നൽ കിട്ടി എന്ന വിവരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്നുള്ള സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ അതിന്റെ ഒരു കോർഡിനേഷൻ അവിടെ തുടങ്ങിയതുമാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. ഈ ട്രെയിനിൽ ഈ പൻവേലിൽ വന്നിറങ്ങും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് അസ്ഥാനത്തായിരിക്കുന്നു. ഒരു ട്രെയിൻ കൂടിയും അവിടെ നിന്ന് വരേണ്ടതുണ്ട്. അതുകൂടി വഴിമധ്യയാണ്. ഇനി അതിലാണോ യാത്ര ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് അറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ട്രെയിൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിലേതായാലും കുട്ടികളില്ല എന്നത് ഒരൽപ്പം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും ഈ മേഖലയിൽ എവിടെയോ കുട്ടികൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഏതാണ്ട് വൈകിട്ടോടെ നമുക്ക് ഒരു തരത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ആശ്വാസമാണ്. കേരളത്തിന് പുറത്തേക്ക് അവർ പോയി എന്ന് തോന്നുമ്പോൾ പോലും അവർ എവിടേക്ക് പോയി എന്ന കാര്യത്തിലൊക്കെ വലിയ അവ്യക്തതകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് വൈകിട്ടോടെ ഈ സലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് ആ ആശങ്കയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. മുംബൈയിൽ തന്നെ എത്തി എന്ന കാര്യം നേരിട്ട് നമ്മൾ തന്നെ സ്ഥിരീകരിച്ചു. സലൂൺ ഉടമയുമായി നേരിട്ട് സംസാരിച്ചു. അവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ അടക്കം നമ്മൾ കേട്ടു. അങ്ങനെ കുട്ടികൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അതോടെ ഉണ്ടായി. ഇനി കൃത്യമായി കുട്ടികളിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിലൊരു നിർണായക ഘട്ടമായിരുന്നു ഈ പൻവേലിലേക്കുള്ള ട്രെയിനിൽ കുട്ടികൾ പുറപ്പെട്ടു എന്ന വിവരം കേരള പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതിന്റെ ടവർ ലൊക്കേഷനും മറ്റും അടിസ്ഥാനമാക്കിയായിരുന്നു അങ്ങനെ ഒരു സൂചന കിട്ടിയത്. ആ സൂചനയ്ക്കൊപ്പം നടന്നപ്പോഴാണ് റഹീം അസ്ലമിന്റെ ഫോൺ കോൾ നമുക്ക് ലഭിക്കുന്നത്. സുധീർ എന്ന സാമൂഹ്യ പ്രവർത്തകനെയാണ് ഈ റഹീം വിളിച്ചത്. ഈ കുട്ടികൾ 11:43 ഈ റഹീം അസ്ലമിനെ വിളിക്കുകയും ഞങ്ങളിങ്ങനെ പൻവേലിലേക്ക് പോകുന്നു എന്ന് പറയുകയും ചെയ്തതായാണ് റഹീം പറയുന്നത്. ആ ട്രെയിനിൽ ഇപ്പോൾ ആ കുട്ടികളില്ല എന്ന വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകുന്നത്. ഏതായാലും റഹീം അസ്ലം നൽകിയ ഇൻപുട്ടിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലയാള സമാജം പ്രവർത്തകർ ഏതായാലും പൻവേലിൽ കാത്തിരുന്നത്. പക്ഷേ പൻവേലിലേക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ്, അതായത് 10:30 അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിൻ പൻവേലിൽ എത്തുമ്പോൾ പെൺകുട്ടികളില്ല. ആ ട്രെയിനിൽ ആ കുട്ടികൾ എത്തിയിട്ടില്ല. അവർ ഇതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നു. കാരണം അവരുടെ ടവർ ലൊക്കേഷനിൽ, അവരുടെ സിഗ്നൽ ലൊക്കേഷനിൽ ഒരു ചെറിയ ഡീവിയേഷൻ ഇടയ്ക്ക് കാണിച്ചിരുന്നു. അപ്പോൾ ഇനി അത് കേന്ദ്രീകരിച്ച് ഇടയിലുള്ള സ്റ്റേഷനിൽ എവിടെയാണോ ഇറങ്ങിയത് അവിടേക്കായിരിക്കാം ഇനി അന്വേഷണം പോവുക. ഇനി 1-2 ട്രെയിനുകൾ കൂടി എത്താനുണ്ട്. ആ ട്രെയിനുകളെല്ലാം എല്ലാ ട്രെയിനുകളിലും പ്രതീക്ഷ വെക്കുകയാണ്, എല്ലാ സ്റ്റേഷനുകളിലും പ്രതീക്ഷ വെക്കുകയാണ്. അങ്ങനെ മലയാള സമാജം പ്രവർത്തകർ വ്യാപകമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ, അല്പസമയം മുമ്പ് റഹീം അസ്ലമിന്റെ കുടുംബവുമായി പെൺകുട്ടികൾക്കൊപ്പം മുംബൈ വരെ യാത്ര ചെയ്ത, ഇപ്പോൾ മടക്കയാത്രയിലുള്ള റഹീം അസ്ലമിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് റഹീം ഈ കുട്ടികൾക്കൊപ്പം പോയത്? എന്താണ് ആ യാത്ര സംബന്ധിച്ച് റഹീമിന്റെ കുടുംബത്തിന് പറയാനുള്ളത് എന്നത് വിപിൻ അറിയാം.
വിപിൻ, ഈ റഹീം അസ്ലം എന്ന യുവാവിന്റെ കുടുംബം എന്താണ് പറയുന്നത്? അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച മലയാള സമാജം പ്രവർത്തകൻ സുധീർ പറഞ്ഞത്, റഹീം അസ്ലം പറയുന്നത് മുംബൈയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അന്വേഷണവും കേസും നാട്ടിൽ നിന്നുള്ള വിളികളും ഒക്കെ വന്നപ്പോൾ സമ്മർദ്ദത്തിലായി തിരികെ പോരാൻ പറഞ്ഞതാണ്. പക്ഷേ കുട്ടികൾ അതിന് വഴങ്ങിയില്ല, താൻ തിരികെ പോന്നു. ഇപ്പോൾ ദാദർ തിരുനെൽവേലി ട്രെയിനിലുണ്ട് റഹീം അസ്ലം എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് റഹീമിന്റെ കുടുംബം ഈ യാത്രയെപ്പറ്റി, ഏത് സാഹചര്യത്തിലാണ് റഹീം പോയത്, ഇതിനെ പറ്റിയൊക്കെ എന്താണ് കുടുംബം പറയുന്നത്? ഗൂഗിൾ, റഹീമിന്റെ വീട് മലപ്പുറത്തെ എടവണ്ണ എന്നുള്ള സ്ഥലത്താണ്. എടവണ്ണയിൽ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ ക്യാമറയിൽ സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതായത് ഇപ്പൊ ഫാത്തിമ സാദ എന്നുള്ള കുട്ടിയുമായാണ് ഇയാൾക്ക് ഒരു സൗഹൃദം ഉണ്ടായിരുന്നത്, റഹീം അസ്ലമിന് സൗഹൃദം ഉണ്ടായിരുന്നത്. അങ്ങനെ ഫാത്തിമ ഫോണിലേക്ക് വിളിക്കുകയും ഒരു സഹായം വേണമെന്ന് പറയുകയുമായിരുന്നു. അത് ഇപ്രകാരമാണ്. അതായത് വീട്ടിൽ നിന്ന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്, അതിന് സഹായം വേണം എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ആ രീതിക്ക് ആ സഹായത്തിന് വേണ്ടിയാണ് ഇയാൾ പോയത്. വീട്ടുകാരോട് പറഞ്ഞത് ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇത്ര വലിയ യാത്ര എന്നൊക്കെ വീട്ടുകാർ ചോദിച്ചപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഇവരുടെ ഒപ്പം ഞാൻ പോകുന്നു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഈ ഒരു മഞ്ചേരിയിലെ ഒരു കടയിൽ ജീവനക്കാരനാണ് ഈ റഹീം ഉള്ളത്. ഒപ്പം തന്നെ ഒരു മാസത്തിനകം തന്നെ ഗൾഫിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പേപ്പറൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഫാത്തിമയെ പരിചയം. അപ്പോൾ ആ പരിചയത്തിന്റെ പുറത്ത് ഒരു 3-4 ദിവസമായി തന്നെ നിരന്തരം റഹീമിന് ഫോൺ കോളുകൾ വന്നിരുന്നു എന്നുള്ളത് കൂടി വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ വീട്ടുകാർ ഇത് കാണുകയും ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള മറുപടി അതിന് നൽകിയിട്ടില്ല. പക്ഷേ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദമാണ്, ആ സൗഹൃദത്തിന്റെ പുറത്ത് സഹായിക്കാനാണ് പോകുന്നത് എന്നുള്ളത് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ മുൻപ് വരെ സംസാരിച്ചു. അവസാനമായി സംസാരിച്ചപ്പോൾ ഇത്ര വലിയ ഒരു റിസ്ക് ഉള്ള കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞില്ല എന്നുള്ളതാണ് റഹീം ഈ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കും അതേക്കുറിച്ച് അത്രയാണ് ഇപ്പോൾ ധാരണയുള്ളത്. ഇനി കൂടുതൽ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതുമാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഗൂഗിൾ, വിപിൻ, ഒരു കാര്യം, ഈ കുടുംബത്തിന് റഹീമുമായി ബന്ധപ്പെടാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ടോ? 1 മണിക്കൂർ മുൻപ് വരെ വിളിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് വിളിച്ചിട്ടില്ല, പിന്നീട് കിട്ടിയിട്ടില്ല. പിന്നീടാണ് ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത്. അപ്പോൾ പോലീസുമായി സഹകരിച്ച് ഈ കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഇടയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് വിളിച്ചിട്ടില്ല. 1 മണിക്കൂർ മുൻപ് വരെ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതും ഒപ്പം തന്നെ ഈ ഒരു വലിയ റിസ്കിലാണ് വന്ന് പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീട്ടുകാരോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ റഹീം വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളത്. അത് ഇന്നലെ രാവിലെയാണ്. ഇന്നലെ ആ പോകുന്നതിന് മുൻപ് ഈ വിവരങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒരു സഹായമായിട്ട് ഈ പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയെ സഹായിക്കാനായി കോഴിക്കോട്ടേക്ക് പോകുന്നു. അങ്ങനെ വാഹനം കയറി പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദീർഘദൂര യാത്ര പോകുന്നു എന്നുള്ളത് റഹീമിന് കൃത്യമായിട്ട് അറിയാം. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളിലെ ഒരാളുമായി സൗഹൃദമുണ്ടായിരുന്നു. അത് ഇൻസ്റ്റാഗ്രാം വഴിയുള്ളൊരു സൗഹൃദമായിരുന്നു. പെട്ടെന്ന് കണ്ട് ഒരു സഹായമായിട്ട് ഇവരോടൊപ്പം ചേർന്നതല്ല. ഒരു കൃത്യമായ ഒരു പ്ലാന് അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ് ഈ വീട്ടുകാരുടെ വാക്കുകളിലൂടെ. ഗൂഗിൾ, തീർച്ചയായും. ഏതായാലും റഹീം അസ്ലം എന്ന യുവാവ് ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്തു. അവർക്കൊപ്പം ഇത് പറയുന്നത് ഫാത്തിമ ഷഹദ ആവശ്യപ്പെട്ട പ്രകാരമാണ് റഹീം അവർക്കൊപ്പം പോയതെന്നാണ് റഹീമിൻ്റെ കുടുംബം അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്കറിയാവുന്ന വിവരം അതാണ്. റഹീമും അത് തന്നെയാണ് ആവർത്തിച്ചത് പോലീസിനോടും ഒപ്പം മലയാള സമാജം പ്രവർത്തകരോടും. ഇപ്പോൾ ഏതായാലും റഹീം ഈ കുട്ടികൾ ഇവർ 3 പേർ ഒരുമിച്ച് യാത്ര തുടങ്ങിയെങ്കിലും മുംബൈയിൽ നിന്ന് റഹീം മടങ്ങുകയും ഈ കുട്ടികൾ മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞു. അവരവിടെ മുംബൈ തുടരുകയായിരുന്നു എന്നതാണ് റഹീമിൻ്റെ വേർഷൻ. ഏതായാലും അക്കാര്യത്തിലൊക്കെ പോലീസ് ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ട മുമ്പ് താനൂർ DYSP പറഞ്ഞതും അത് തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്ക് പോകും, നാളെ തന്നെ തിരിക്കും എന്ന കാര്യം അല്പം മുമ്പ് DYSP 24 വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും പൻവേലിൽ മലയാളി സമാജം പ്രവർത്തകർ ഏറെ പ്രതീക്ഷയോടെ കാത്തുനിന്ന ആ ട്രെയിൻ അവിടെ എത്തുകയും ആ ട്രെയിനിലുള്ള ആളുകളെല്ലാം പുറത്തിറങ്ങുകയും ശേഷം ആ ട്രെയിനിൻ്റെ ഓരോ ബോഗികളും അരിച്ചു പെറുക്കുകയും ചെയ്തു. പക്ഷേ ഈ 2 കുട്ടികളും എത്തുമെന്ന് പ്രതീക്ഷിച്ച ആ ട്രെയിനിൽ പൻവേലിലേക്ക് എത്തിയിട്ടില്ല. ഇതിനിടയിൽ ഇവരെവിടെയെങ്കിലും മുംബൈ CST മുതൽ പൻവേൽ വരെയുള്ള ദൂരത്തിനിടയിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ട്രെയിൻ മാറി കയറിയിട്ടുണ്ടാകാം. ഒരുപക്ഷേ നാട്ടിലടക്കം പോലീസും മറ്റാളുകളും അന്വേഷിക്കുന്നത് അറിഞ്ഞിട്ട് ഒരുപക്ഷേ ഇനി അവർ അങ്ങനെ കൂടുതൽ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ മാറി നിൽക്കാൻ തന്നെ യാത്രയുടെ പദ്ധതി മാറ്റുകയാണെങ്കിൽ, അങ്ങനെ ഏത് തരത്തിലായാലും നിലവിൽ അവർ എവിടെയാണ് എന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ പൻവേലിനും മുംബൈക്കും ഇടയിലുള്ള
ഒരു സ്റ്റേഷന് സമീപം ഇവരുടെ ലൊക്കേഷൻ ലഭിച്ചിരുന്നു. അതിന് പ്രകാരം മലയാള സമാജം പ്രവർത്തകർ ആ മേഖലയിലും ഔട്ടർ മുംബൈയിലെ മലയാളികൾ താമസമാക്കിയിരിക്കുന്ന മലയാളികൾ ഇവിടെ വിവിധയിടങ്ങളിൽ തെരച്ചിലാണ്, പരിശോധനയിലാണ്. പക്ഷേ പൻവേലായിരുന്നു പ്രതീക്ഷ. പൻവേലിൽ കാത്തുനിന്ന മലയാളികൾക്ക് 24 വാർത്താ സംഘത്തിനൊക്കെ നിരാശയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കുട്ടികൾ എവിടെ എത്തുന്നില്ല എന്ന സാഹചര്യത്തിൽ. പക്ഷേ അവർ ആ ഘട്ടത്തിൽ അടുത്ത സാധ്യത ഇനി ഡോംബിവലിയിലേക്ക് ആ കുട്ടികൾ പോയിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. ഏതായാലും മുംബൈയിൽ എത്തിയ ഈ കുട്ടികൾ അവിടെ നിന്ന് എങ്ങോട്ട് പോയി, അത് പൻവേലിലേക്കുള്ള യാത്ര അവർ പൂർത്തിയാക്കിയിട്ടില്ല, പൻവേലിലേക്ക് എത്തുന്നില്ല. ഇതിനിടയിൽ അവർ എവിടെയാണ് ഇറങ്ങിയത്, അവരെങ്ങോട്ടേക്കാണ് ഇവരുടെ യാത്രാ പദ്ധതി മാറിയത്, ഇനി കുർളയിലേക്ക് പോകാനുള്ള ആലോചനയാണോ, ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് നിർദ്ദേശം അല്ലെങ്കിൽ എന്ത് തോന്നലിൻ്റെ പുറത്താണ് അവർ ഇപ്പോൾ ഈ പൻവേലിലേക്ക് യാത്ര അല്ലെങ്കിൽ പൻവേലിലേക്ക് എത്തിച്ചേരാതിരിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അടുത്ത സാധ്യതകൾ എവിടേക്കൊക്കെ പോകാം, ഏതൊക്കെ സ്റ്റേഷനിൽ ഇറങ്ങാം, അവിടെ നിന്ന് ലഭിക്കാവുന്ന ട്രെയിനുകൾ, അങ്ങനെ കുറച്ചുകൂടി സങ്കീർണമാക്കുന്നുണ്ട്, കുറച്ചുകൂടി ശ്രമകരമാക്കുന്നുണ്ട് ഈ തെരച്ചിൽ.